റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. പോലീസിലെ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ സേനയിൽ അംഗബലം കൂട്ടാൻ തീരുമാനം. SAP, KAP, MSP തുടങ്ങിയ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ RRFന്റെ ഭാഗമാകും. സമ്മതം അറിയിക്കാൻ ADGP സർക്കുലർ ഇറക്കി. എത്രയും പെട്ടെന്ന് നടപടി പൂർത്തിയാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. RRF സേനാംഗങ്ങളുടെ ദുരിതം തുറന്നുകാട്ടിയുള്ള റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. റിനു ശ്രീധർ നൽകും കൂടുതൽ വിവരങ്ങൾ. റിനു, അതെന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ്. റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സിന്റെ എണ്ണത്തെക്കുറിച്ചും അവർ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു. പല ഉദ്യോഗസ്ഥരും ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയതും. അവർക്ക് ലീവില്ലാതെ തുടർച്ചയായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലരും മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുവെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാലും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം വളരെ ഗൗരവത്തിലെടുത്തു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിനു? തീർച്ചയായും അരുൺകുമാർ, നമുക്കറിയാം അതീവ സുരക്ഷാ മേഖലകളിൽ അതീവ ജാഗ്രതയോടുകൂടി സുരക്ഷാ ചുമതല വഹിക്കുന്നവരാണ് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ടീം. പോലീസിന്റെ ഒരു പ്രത്യേക വിഭാഗം കൂടിയാണ്. ഇവരാണ് വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയും അത് പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു. ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, ലീവില്ല, അതുപോലെ തന്നെ മരുന്ന് കഴിച്ചാണ് ജോലിയിൽ നിൽക്കുന്നത്, ആത്മഹത്യയുടെ വക്കിലെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഈ സങ്കടം കൃത്യമായി തന്നെ നമ്മൾ തുറന്നു കാട്ടുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇത് അധികാരികളുടെ കണ്ണുകൂടി തുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാർത്ത വന്ന അന്ന് വൈകുന്നേരം തന്നെ ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. ചുമതലയുള്ള ADGP, SAP, അതുപോലെ തന്നെ KAP എന്നിവിടങ്ങളിലേക്ക് കൃത്യമായ ഒരു സർക്കുലർ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ സേനയിലേക്ക് സമ്മതം അറിയിച്ചുകൊണ്ട് എത്തുവാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അറിയിക്കണം എന്നുള്ള ഒരു സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയാണത് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം അത്രയും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആഭ്യന്തര വകുപ്പും സംസ്ഥാനത്തെ പോലീസ് സേനയും ഇതിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സേനാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് അവരുടെ ദുരിതം നമ്മളോട് പറയുകയും നമ്മളത് പങ്കുവയ്ക്കുകയും ചെയ്തത്. ഇരിക്കുവാനുള്ള കസേര പോലും ഉന്നത ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റി. അത്രയും മാനസിക സംഘർഷമാണ് അനുഭവിക്കുന്നത്. ആത്മഹത്യയെ വഴിയുള്ളൂ എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇടപെട്ടിരിക്കുന്നു, ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റാപ്പിഡ് റെസ്പോൺസ് സേനയിലെ അംഗബലം കൂട്ടുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അതിനുള്ള നടപടി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺകുമാർ, റാപ്പിഡ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട റാപ്പിഡായ ഒരു ഡിസിഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നുവെന്നാണ് റിനു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിനു ആ വാർത്ത പുറത്തുവിട്ടത് മുതൽ ഒരുപാട് ഉദ്യോഗസ്ഥർ മെസ്സേജുകളായിട്ടും ചാറ്റ് ബോക്സിലും ഒക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്, ആ വാർത്ത ശരിയാണ്, ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് RRFിലെ തൊഴിൽ സേനാ അംഗങ്ങൾ എന്നുള്ളത്. ഇവരുടെ പ്രശ്നം പുറത്തു കൊണ്ടുവരണം, കൂടുതൽ കാര്യങ്ങൾ പറയാൻ അവർ തയ്യാറാണ്, പക്ഷെ മുഖം കാണിക്കാൻ തയ്യാറല്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നാലും സർക്കാർ അനുകൂലമായ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. കൂടുതൽ സേനാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. RRFിന്റെ ജോലി അത്രമേൽ കടുകട്ടിയായ ഒരു ജോലിയുമാണ്.